ദ്വീപിൻ്റെ വടക്കേ അതിരിലെ ഉൾക്കടലിൽ തിരകളിൽ നീന്തിക്കളിക്കുവാൻ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. ഉൾക്കടലിൽ എത്തിച്ചേരണം എങ്കിൽ നനായുവിൻ്റെ വീട് കടന്നു പോകണം. നനായു ഒരു വിചിത്രനായ മനുഷ്യനാണ്. എല്ലായ്പ്പോഴും നിഗൂഢമായ ഒരു കുപ്പായം അയാളുടെ തോളിൽ ഉണ്ടാവും. തനിച്ചായിരുന്നു അയാളുടെ താമസം. ചിലപ്പോഴൊക്കെ തൻ്റെ വീടിനു മുന്നിലൂടെ കടന്നു പോകുന്ന കുട്ടികളോട് അയാൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കാറുണ്ട്. നീന്താൻ പോകുന്നു എന്നാണ് അവർ മറുപടി പറയാറുള്ളത്. അപ്പോൾ അയാൾ ഒരു പ്രവചനം നടത്തും. തലയോ കയ്യോ കാലോ ഇല്ലാത്ത ഒരു ജഡം കടലിൽ കാണും എന്ന്. ഓരോ പ്രാവശ്യവും അയാൾ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു വന്നു. ആളുകൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇത്ര കൃത്യമായി നനായുവിന് പ്രവചിക്കാൻ കഴിയുന്നത്? നീന്തുന്നതിനിടയ്ക്ക് ആരെങ്കിലും മരിക്കുക, അതും കഴുത്തോ കയ്യോ കാലോ വേറിട്ട നിലയിൽ. ആലോചിക്കും തോറും അവർ കൂടുതൽ ഭയപ്പെട്ടു. അവസാനം പ്രവചനത്തിലെ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ ആളുകൾ ശ്രമം തുടങ്ങി. അവർ നനായുവിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തുതന്നെ മീൻവല തുന്നിക്കൊണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നനായുവിനെയാണോ? അതെ. അയാൾ എവിടെയാണെന്നറിയാമോ? ഗ്രാമീണർ ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു കുഴലിൻ്റെ ആകൃതിയിലുള്ള ഓവ് പോലെയുള്ള ഗുഹയിലേക്ക് കൈ ചൂണ്ടി. ഇരുണ്ട ഗുഹ കടലിലേക്ക് തുറക്കുന്നതായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ആരും തന്നെ ഇല്ലായിരുന്നു. പെട്ടെന്ന് വലിയ ഒരു തിര അതിലൂടെ അടിച്ചു കയറി വന്നു. അത് ഒരു ഇരുണ്ട രൂപം പുറത്തേക്ക് എത്തിച്ചു. അതിൻ്റെ മുതുകിൽ ഒരു കൂനും ഉണ്ടായിരുന്നു. അടുത്തെത്തിയപ്പോൾ അത് നനായുവാണെന്ന് ബോധ്യമായി. അയാൾ സാധാരണ ധരിക്കുന്ന തൊപ്പി കാണാനുമുണ്ടായിരുന്നില്ല. കാരണം നനായുവിൻ്റെ മുഖം കണ്ടപ്പോൾ സ്രാവിൻ്റെ തല പോലിരുന്നു. ആളുകൾക്ക് കാര്യം പിടികിട്ടി. നനായു ഒരു സ്രാവ് മനുഷ്യനാണ്. കരയിലെത്തുമ്പോൾ അയാൾ ഒരു മനുഷ്യനായി മാറും. വെള്ളത്തിലെത്തിയാലുടൻ സ്രാവിൻ്റെ തല പോലെയാവും. നീന്തുന്നവരെ നനായുവാണ് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആരാണ് മരിക്കുന്നത് എന്ന് കൃത്യമായി അയാൾക്ക് പറയുവാനാവുന്നത്. ഓവ് കുഴലിൽ നിന്നും കയറി വന്ന ഉടനെ ആളുകൾ അയാളെ പിടികൂടി. ഉൾക്കടലിനരികെ കൊണ്ടുചെന്ന് ഒരു തീകുണ്ഠം ഉണ്ടാക്കി ചുട്ടരിക്കാൻ നോക്കി. നനായു ഒരു മത്സ്യം കണക്കെ പിടച്ച് തെന്നി കടലിൻ്റെ നേരെ കുതിച്ചു. ആളുകൾ പിറകെ പാഞ്ഞു ചെന്ന് കടലിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അയാളെ പിടികൂടി. അപ്പോഴേക്കും അയാൾ ഒരു സ്രാവായി മാറി. ഒരാൾ അതിൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു. പിന്നീട് വടികൊണ്ട് ചാവും വരെ അടിച്ചു. തുടർന്ന് അതിനെ തീയിലെറിഞ്ഞു. അത് എരിഞ്ഞുണ്ടായ ചാരം കാറ്റിൽ പറന്ന് ഉൾക്കടലിൽ ചിതറി. അധികകാലം കഴിയുന്നതിന് മുമ്പ് വെള്ളി നിറത്തിൽ പുതിയ ഒരു തരം പായൽ അവിടെ കാണാനിടയായി. സാധാരണ പായലുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്ന്. ഒരാൾ അത് ശേഖരിച്ച് തൻ്റെ പന്നിക്ക് കൊടുത്തു. പന്നി ചത്തുപോയി. ഈ പായൽ നനായുവിൻ്റെ ചാരം കടലിൽ വീണ് ഉണ്ടായതായിരുന്നു. ഉൾക്കടലിലെ ഈ പായൽ ആരും ഇന്നും ഭക്ഷിക്കാൻ ധൈര്യപ്പെടുന്നില്ല, വിഷമുള്ളതുകൊണ്ട്. ഉൾക്കടലിലുള്ള ഈ പായൽ ഒരു ജീവി പോലും ഭക്ഷിക്കാറുമില്ല. മനസാക്ഷിക്ക് നാശം വിതയ്ക്കുന്ന മോശം സ്വഭാവങ്ങൾ ഉടലാർന്നു വരുന്ന ജന്മങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. ക്രൂരതയും ദുഷ്ടതയും മാത്രം കൈമുതലായുള്ള ദുർജനങ്ങളിൽ നിന്നും എപ്പോഴും സജ്ജനങ്ങൾ അകന്നു നിൽക്കുക. അറിയാതെയാണെങ്കിലും അവർക്കിടയിൽ പെട്ടുപോയാൽ ഈ പറഞ്ഞ സ്രാവ് മനുഷ്യൻ്റെ വായിൽ അകപ്പെട്ട മനുഷ്യരുടെ ഗതിയാവും ഉണ്ടാവുക. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്തോത്രരചനകളിൽ ഒന്നാമത്തേത് ലളിതാ സഹസ്രനാമമാണ്. കാരണം അതിൽ നാമങ്ങൾ തമ്മിൽ ചേർത്തു വയ്ക്കുന്നതിനുള്ള അപി, ച തുടങ്ങിയ അവ്യയങ്ങൾ ഒന്നുമില്ല. മറ്റുള്ള സഹസ്രനാമങ്ങൾ പരിശോധിച്ചാൽ ഇവ ധാരാളമായി കാണാനാവും. ഈ രഹസ്യ ലളിതാ നാമസഹസ്രത്തിലെ ഏതെങ്കിലും ഒരു നാമം ജപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എനിക്ക് വേറെ ഒന്നിൽ നിന്നും ലഭിച്ചിട്ടുമില്ല. പശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 40ാമത്തെ മന്ത്രത്തിൽ കാൽമുട്ടുകളുടെ ഭംഗിയാണ് പറയുന്നത്. മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത. മാണിക്യം കൊണ്ട് നിർമ്മിച്ച മകുടത്തിൻ്റെ, മകുടമെന്ന് പറഞ്ഞാൽ കിരീടം, ആകാരത്തിലുള്ള രൂപത്തിലുള്ള ജാനുദ്വയത്താൽ 2 കാൽമുട്ടുകളാൽ വിരാജിക്കുന്നവൾ. മാണിക്യം കൊണ്ട് നിർമ്മിച്ച കിരീടത്തിൻ്റെ രൂപത്തിലുള്ള കാൽമുട്ടുകളാൽ വിരാജിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഒരു മാണിക്യക്കല്ലുകൊണ്ട് നിർമ്മിച്ച മകുടാടൂപിക എന്നു പേരുള്ള
കിരീടത്തിൻ്റെ രൂപത്തോടു കൂടിയ 2 മുട്ടുകളുടെ ചിരട്ടകളാൽ വിളങ്ങുന്നവൾ എന്നും അർത്ഥം പറഞ്ഞു കാണുന്നു. ഓം മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിതായൈ നമ. ഓം ഓം ഹ്രേം മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിതായൈ നമ എന്നിങ്ങനെ 2 തരത്തിലും ഈ മന്ത്രവും ജപിക്കാവുന്നതാണ്. രോഗനാശകരമായ ഒരു മന്ത്രമാണ് ഇത്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ കുറച്ച് ഒരു പാത്രത്തിലെടുത്ത് അതിൽ വലതു കൈയിലെ മോതിര വിരൽ തൊട്ടുകൊണ്ട് 101 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക. ഇങ്ങനെ സിദ്ധി വരുത്തിയ എണ്ണ തേച്ചു കുളിച്ചാൽ ത്വക്ക് രോഗങ്ങളും ശാരീരികമായിട്ടുള്ള വേദനകളുമൊക്കെ മാറിക്കിട്ടും. ക്ഷേത്രത്തിലെ ദേവതാ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് എടുക്കുന്ന എണ്ണയുടെ ഔഷധഗുണം ഈ എണ്ണയും നൽകുന്നതാണ്. ഇന്ദ്രഗോപപരിക്ഷിപ്തസ്മരതോണാഭജംഘിക. ഇന്ദ്രഗോപങ്ങൾ പതിച്ചിട്ടുള്ള കാമദേവന്റെ തൂണിയെപ്പോലെ പ്രകാശിക്കുന്ന ജംഘകളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഇന്ദ്രഗോപം ഒരു തരം ചുവപ്പ് നിറത്തിലുള്ള കൃമിയാണ്. മഴക്കാലം മാറുന്ന അവസ്ഥയിൽ ഭൂമിയിൽ കാണാറുള്ള പുഴുക്കളാണ് അവ. ഇന്ദ്രഗോപം എന്നാണ് സംസ്കൃതത്തിൽ ഇതിന് പറയുന്നത്. ഇന്ദ്രഗോപ പരീക്ഷിപ്തം എന്നതുകൊണ്ട് ചുവപ്പ് നിറത്തെ സൂചിപ്പിക്കുന്നു. ഈ പുഴുക്കളാൽ മൂടപ്പെട്ട കാമദേവന്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയാണോ എന്നാണ് അമ്മയുടെ മുഴങ്കാൽ കണ്ടപ്പോൾ വാഗ്ദേവതകൾക്ക് തോന്നിയത്. മുഴങ്കാലുകൾക്ക് ആവനാഴിയുമായി രൂപസാദൃശ്യമുണ്ട്. കാമദേവന്റെ ആവനാഴി എന്ന് പറഞ്ഞതിലൂടെ വിശ്വത്തെയാകെ ആകർഷിക്കുന്നതിന് പറ്റിയ സൗന്ദര്യം അമ്മയുടെ മുഴങ്കാലുകൾക്കുണ്ട് എന്നാണ് ഈ നാമത്തിലൂടെ വാഗ്ദേവതകൾ നമ്മോട് പറയുന്നത്. ആദി ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയുടെ 83-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരമാണ് ഈ സൗന്ദര്യത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗൗ ജംഖേതേ വിഷമവിശിഖോ ബാഠമകൃത യദഗ്രേ ദൃശ്യന്തി ദശശരഫലാപാദയുഗളേ നഖാഗ്രച്ഛത്മാന സുരമകുടശാണൈകനിശിത. അതിശയോക്തി, ഉൽപ്രേക്ഷ, അപന്നവം എന്നീ അലങ്കാരങ്ങളുടെ സൗന്ദര്യം കൊണ്ട് നിറച്ചു വച്ചിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. അല്ലയോ പർവ്വതരാജാവിൻ്റെ പുത്രിയായ അമ്മേ, കാമദേവൻ മഹാരുദ്രനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി തൻ്റെ 5 ശരങ്ങളെ ഇരട്ടിപ്പിച്ച് നിറച്ചുവച്ച 2 തൂണീരങ്ങളായി അമ്മയുടെ മുഴങ്കാലുകളെ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവയുടെ അറ്റത്ത് ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ലതുപോലെ തേച്ച് ഉരച്ച് മൂർച്ച കൂട്ടിയിട്ടുള്ള 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിലുള്ള അഗ്രങ്ങൾ 2 പാദങ്ങളുടെയും നഖത്തിൻ്റെ അഗ്രഭാഗങ്ങൾ എന്നതുപോലെ ഇതാ കാണപ്പെടുന്നു. ശങ്കരാവതാരമായ ശങ്കരാചാര്യർക്ക് അലങ്കാരങ്ങൾ കൊണ്ടോ പഞ്ഞം. വാക്കുകളുടെ മനോഹാരിതയും അലങ്കാരങ്ങളുടെ സൗന്ദര്യ ഗരിമയും ചേർന്ന് അതിമനോഹരമായ ശ്ലോകങ്ങളാകുന്ന ശതകുസുമങ്ങൾ കൊണ്ടാണ് ആചാര്യസ്വാമികൾ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ അർച്ചന ചെയ്ത് നമസ്കരിക്കുന്നത്. ഓം ഇന്ദ്രഗോപപരിക്ഷിപ്തസ്മരതോണാഭജംഘികായൈ നമ. ഓം ഓം ഹ്രേം ഇന്ദ്രഗോപപരിക്ഷിപ്തസ്മരതോണാഭജംഘികായൈ നമ. ഈ മന്ത്രം അതിമനോഹരമായിട്ടുള്ള ഈ സൗന്ദര്യലഹരി സ്തോത്രം കൂടി ചേർത്ത് 21 ദിവസത്തിൽ ഒന്നോ പക്കപ്പുറനാളിൻ്റെ അന്നോ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ, അതായത് വൈകുന്നേരം കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുക. 1001 പ്രാവശ്യം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യം പോലും ഈ മന്ത്രം നൽകും. ഒരു കവചം പോലെ അമ്മ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ശ്രീചക്രം വീട്ടിലുണ്ടെങ്കിൽ 21 ചുവന്ന പൂക്കൾ ഈ മന്ത്രം ജപിച്ച് അർച്ചിക്കുക. പ്രസാദമായി അതിൽ ഒരു പുഷ്പമെടുത്ത് ചെവിയിലോ ശിരസിലോ വച്ചുകൊണ്ട് യാത്ര പോയാൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് ഈ മന്ത്രം ജപിച്ച് മധുരപലഹാരങ്ങളോ പാലോ നൽകുക. കാര്യസാധ്യം, ഫലം, രോഗമുക്തി
ഗ്രഹദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, മനോവിഷമം, വിഷാദരോഗം എന്നിവ മാറും. ആദിപരാശക്തിയായ ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.